നമ്മുടെ മറുനാടൻ സാജനെ പിന്നെയും പോലീസ് പിടിച്ചു. അതിൻ്റെ ദൃശ്യ ശകലങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണങ്ങളാണ്. കൂടുതൽ പേരും അദ്ദേഹത്തെ പുലഭ്യം പറയുന്നുണ്ട്. കുറേ ആളുകൾ പിണറായിയെയും പിണറായിയുടെ ഭരണത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഷർട്ടിടാൻ പോലും സമയം കൊടുത്തില്ല, മാതാപിതാക്കളോട് യാത്ര പറയാൻ സമയം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രതിഷേധിച്ചുകൊണ്ടാണ് വണ്ടിയിൽ കയറുന്നത്. ബ്ലൂടൂബർ ആയതുകൊണ്ട് ഉടുമുണ്ട് പോലും പറിച്ചെറിഞ്ഞാണ് അദ്ദേഹം വണ്ടിയിൽ കയറാൻ അറസ്റ്റ് വരിക്കാൻ തയ്യാറായത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഉടുമുണ്ട് പറിച്ചെറിഞ്ഞ് കളയാൻ പോലീസ് അനുവദിച്ചില്ല. ഷർട്ട് ഊരി കളഞ്ഞപ്പോൾ തന്നെ അവർ പിടിച്ച് കൊണ്ടുപോയി. അദ്ദേഹം പോലീസ് ജീപ്പിലേക്ക് കയറുന്നതിന് മുൻപ് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ജനാധിപത്യം പുലരട്ടെ, പിണറായി തുലയട്ടെ എന്നൊക്കെ. എന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ പറയുന്നത് ജനാധിപത്യം പുലർത്താൻ വേണ്ടി, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാനിതാ അറസ്റ്റ് വരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീപ്പിലേക്ക് കയറിയത്. മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങനെ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഇങ്ങേര് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് അറസ്റ്റ് വരിക്കുകയാണ് എന്ന്. സത്യത്തിൽ എന്താ സംഭവം? ഒരു സ്ത്രീ പരാതി കൊടുത്തതാണ്. ആ സ്ത്രീയെ ഈ ബ്ലൂടൂബർ അയാളുടെ ബ്ലൂടൂബിലൂടെ പരമാവധി പരിഹസിക്കാവുന്ന, അധിക്ഷേപിക്കാവുന്ന തരത്തിലെല്ലാം അധിക്ഷേപിച്ചു അത്രേ. അതാണ് അറസ്റ്റിന് കാരണം. പിന്നെ പോലീസ് പരാതി കിട്ടിയാൽ അറസ്റ്റ് ചെയ്യില്ലേ? എന്തായാലും സാജൻ സ്കറിയയുടെ ഫാൻസുകാർ ഇയാൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതാണ് എന്ന മട്ടിൽ പലതും ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ടം. നിങ്ങൾ സത്യം മനസ്സിലാക്കുക.